ആൺ സുഹൃത്തിന്റെ ആക്രമണത്തിനിരയായ ചോറ്റാനിക്കരയിലെ പെൺകുട്ടി മരിച്ചു എന്ന സങ്കടകരമായ വാർത്ത വരുന്നു. പോക്സോ അതിജീവിതയാണ്. ആൺ സുഹൃത്ത് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു, വായിൽ തുണി തിരുകി ശ്വാസം മുട്ടിച്ചു. ഒടുക്കം മർദ്ദനത്തിൽ ഗതികെട്ട് ആ പാവം പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. പിന്നീട് ദീർഘദിവസങ്ങളായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. ആ പെൺകുട്ടി മരിച്ചു എന്ന സങ്കടകരമായ വാർത്ത. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയത്തിലായ ആൺ സുഹൃത്ത് സംശയരോഗിയായിരുന്നു. ആൺ സുഹൃത്ത് മറ്റ് ബന്ധങ്ങളുണ്ടെന്നൊക്കെ ആരോപിച്ച് അതിക്രൂരമായിരുന്നു മർദ്ദനം. പെൺകുട്ടിയുടെ വീട്ടിലെത്തി യുവാവ് മർദ്ദിച്ച് അവശയാക്കിയ ശേഷം 10 മണിക്കൂറോളം ചികിത്സ പോലും കിട്ടാതെ വീട്ടിൽ കിടന്ന ശേഷം ബന്ധുക്കളെത്തിയ ശേഷം മാത്രമാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി YS അഭിനന്ദ് ചെയ്യുന്നു. അഭിനന്ദ്, പെൺകുട്ടി മരിച്ചിരിക്കുന്ന സങ്കടകരമായ വാർത്ത വരുന്നു, വിശദാംശങ്ങൾ. ഗുരുതരമായ ആക്രമണത്തിനിരയായി കടവന്ത്ര മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിനുശേഷം ഗുരുതരമായ അവസ്ഥയിൽ തന്നെയായിരുന്നു. അതിന്റെ പെൺകുട്ടിയുടെ അമ്മയടക്കം നമ്മളോട് പ്രതികരിച്ചതായിരുന്നു. ഇനി ഒരു തരത്തിലുള്ള ആശാവഹമായ ഒരു പുരോഗതിയും ചികിത്സയെ സംബന്ധിച്ചോട്ട് ഇല്ല എന്ന് പെൺകുട്ടിയുടെ അമ്മ അടക്കം 24നോട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതാണ്ട് 2:30 ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ആന്തരികമായ രക്തസ്രാവം ഒക്കെ ആയിരുന്നു ഇതിനകത്ത് പ്രധാനപ്പെട്ട കാരണങ്ങളായി ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ ചികിത്സയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആ സമയം മുതൽ തന്നെ ഈ കുട്ടിയുടെ ആരോഗ്യനില അങ്ങേയറ്റം വഷളാകുന്ന സാഹചര്യമായിരുന്നു. മരുന്നുകളോടൊന്നും കൃത്യമായി പ്രതികരിക്കുന്നില്ലായിരുന്നു. ആദ്യം അതേ വിഭാഗത്തിലെ ചികിത്സകൾക്ക് ശേഷം അതിനെ ഐസിയുവിൽ പ്രവേശിപ്പിച്ച് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് പിന്നീട് ഓരോ ദിവസം കഴിഞ്ഞ ഒരു മരുന്നിനോടും സാധാരണ കൊടുക്കുന്ന ഒരു പാരസെറ്റമോളോട് പോലും പ്രതികരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്റർ ഏതാണ്ട് ഞായറാഴ്ച മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ 5 ദിവസത്തെ ചികിത്സ നടന്നു. മസ്തിഷ്ക മരണം അടക്കം ഇന്നലെ സംഭവിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും വിഷ്ണു, ഒരു കൊടിയ പീഡനം ഏറ്റുവാങ്ങിയതിന്റെ ആഘാതത്തിൽ നിന്ന് പതിയെ തിരികെ വരുന്ന അതിജീവിതയാണ്. ആൺ സുഹൃത്തിന്റെ പക്കൽ അതിക്രൂര മർദ്ദനം, വധശ്രമത്തിന് കേസെടുത്ത് റിമാൻഡിലാണ് പ്രതിയെന്ന് മനസ്സിലാക്കുന്ന എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്താണ് മരണകാരണമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സുഹൈല, കുട്ടി കഴുത്തിൽ ഷോള് കുരുക്കി ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഈ വെന്റിലേറ്ററിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണവും. നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ് കഴിഞ്ഞ 5 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടി ആൺ സുഹൃത്തായ അനൂപ് ഈ ചോറ്റാനിക്കരയിലുള്ള ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ഇരുവരും 1 വർഷമായി പരിചയത്തിലാണ്. വീട്ടിലേക്ക് എത്തിയ അനൂപ് ഈ പെൺകുട്ടിയുമായി തർക്കത്തിലേർപ്പെടുന്നു. അതിക്രൂരമായി പെൺകുട്ടിയെ മർദ്ദിക്കുന്നു. ഈ മർദ്ദനത്തിൽ മനംനൊന്ത് ഈ പെൺകുട്ടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ഷോള് കഴുത്തിൽ കുരുക്കി ഫാനിൽ തൂങ്ങുകയായിരുന്നു. ഇത് കണ്ട അനൂപ പെൺകുട്ടിയുടെ ഈ ഷോൾ അറുത്ത് നിലത്തിട്ടു. അതിനിടയിൽ ഇയാൾ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു, ശബ്ദം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി. പിന്നീട് ഈ പെൺകുട്ടി ബോധരഹിതയായി. അങ്ങനെ അനൂപ് പുലർച്ചെ 7 മണിയോടുകൂടി സംഭവ സ്ഥലത്ത് നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. പെൺകുട്ടി മരിച്ചു എന്ന് ഉറപ്പിച്ച ശേഷം, അല്ലെങ്കിൽ മരിച്ചു എന്ന് കരുതിയാണ് ഇയാൾ അവിടെ നിന്ന് പോകുന്നത്. അനൂപിന് ഇന്റൻഷനോ പ്രിപ്പറേഷനോ ഈ ക്രൈമുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അനൂപിന് ഈ മരണം അറിയാമായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കൊലപാതക ശ്രമം അടക്കം അനൂപിനെതിരെ ചുമത്തിയത്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, ആ പെൺകുട്ടി ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഈ ഇത്തരം ഗുരുതരാവസ്ഥയിൽ 15 മണിക്കൂറോളം കിടന്നു. ഏറ്റവും ഒടുവിൽ വൈകിട്ട് 4 മണിയോടുകൂടി കുട്ടിയുടെ അടുത്ത ബന്ധു വീട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് കുട്ടി ഇങ്ങനെ അവശ നിലയിൽ കാണുന്നത്. അർദ്ധനഗ്നയായിരുന്നു. അവിടെ നിന്നാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നു കാര്യമായ ഹോപ്പ് വെക്കേണ്ടതില്ല എന്ന്. കാരണം ഈ കഴുത്തിൽ കയറ് കുരുങ്ങിയ ഘട്ടത്തിൽ തന്നെ തലച്ചോറിനത് കാര്യമായി ബാധിച്ചിരുന്നു. ചെല്ലുമ്പോൾ തന്നെ 50% പ്രവർത്തനം നിലച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ 5 ദിവസത്തിന് ശേഷം മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ പ്രതിയെ ഇന്നലെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേസിൽ ഒരു പ്രതി മാത്രമാണുള്ളത്. മറ്റാരും ആയിട്ട് ഈ പെൺകുട്ടിക്ക് ചില ബന്ധങ്ങളുണ്ട്, സൗഹൃദമുണ്ട് എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനൂപ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത്. ഇതിപ്പോൾ അനൂപിനെതിരെ നേരത്തെ കൊലപാതക ശ്രമമാണ് ചുമത്തിയതെങ്കിൽ ഇനിയിപ്പോൾ കൊലപാതകം തന്നെ ചുമത്തേണ്ട ഘട്ടത്തിലേക്ക് വരും. അതല്ലെങ്കിൽ ഒരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അത്തരം വകുപ്പുകൾ ചുമത്തും. ഒപ്പം മെഡിക്കൽ എയ്ഡ് നൽകാത്തതിൻ്റെ വകുപ്പ് കൂടി കൂട്ടിച്ചേർക്കുമെന്ന് ഇന്നലെ SHO പറഞ്ഞിരുന്നു. ആ വകുപ്പ് കൂടി ചേർക്കും. അതിദാരുണമായ അതിക്രൂരമായ ഒരു മർദ്ദനത്തിന് ഇരയായ പെൺകുട്ടിയാണ് നിലവിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വിട പറഞ്ഞിരിക്കുന്നത്. പോക്സോ അതിജീവിതയാണ്. വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഒളിമ്പിക്സ് താരമൊക്കെ ആയിരുന്നു. ഈ സ്പെഷ്യൽ സ്കൂളുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലടക്കം പോയി രാജ്യത്തെ പ്രതികരിച്ച ഒരു പെൺകുട്ടി കൂടിയായിരുന്നു. ആ കുട്ടിയുടെ ജീവനാണിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന് കാരണമായത് തലയോലപ്പറമ്പ് സ്വദേശി അനൂപാണ്. മറ്റാരുമായോ ഈ പെൺകുട്ടിക്ക് ബന്ധമുണ്ട് എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂര മർദ്ദനം നടത്തിയത്. അതിൽ മനംനൊന്ത പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാവുന്നു. ഇപ്പോൾ
ജീവൻ നഷ്ടമായി. പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഇനി ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. 3 ദിവസത്തേക്കായിരിക്കും കസ്റ്റഡിയിൽ ചോദിക്കുക. സുഹൈൽ.